നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണം 270. ഇനിയും കണ്ടെത്താൻ 288 ഇന്ത്യക്കാരെന്ന് വിദേശകാര്യ മന്ത്രാലയം. സഹായവുമായി ഇന്ത്യയും ലോകരാജ്യങ്ങളും. രക്ഷാപ്രവർത്തനം തുടരുന്നു. നേപ്പാളിൽ കുടുങ്ങിയ 53 മലയാളികളെ കണ്ടെത്താൻ കഴിഞ്ഞതായി നോർക്ക റൂട്ട്സ്. അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. കാഞ്ഞങ്ങാട് നിന്ന് യാത്ര ചെയ്ത 36 പേരടങ്ങുന്ന സംഘത്തിനും കോട്ടയത്ത് നിന്നുള്ള 16 പേരുടെ സംഘത്തിനും പ്രശ്നങ്ങളില്ലെന്ന് CEO രാജേഷ് മാധവൻ. ദുരന്തമുണ്ടായത് നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ. കൈലാസ് മാനസരോവർ തീർത്ഥാടനത്തിന്റെ ഇടത്താവള മേഖല. കോസി തൃശൂലി നദികൾ കുത്തിയൊലിച്ച പ്രദേശം മണ്ണിനടിയിൽ. അരമണിക്കൂർ കൊണ്ട് ജലനിരപ്പ് 9 മീറ്റർ ഉയർന്നു. കാരണം ഹിമതടാക വിസ്ഫോടനം തന്നെ, ഭൂകമ്പമല്ലെന്ന് അനുമാനം. രക്ഷകരായ ഇന്ത്യ. ആശ്വാസ സാമഗ്രികളുമായി 2ാം വ്യോമസേനാ വിമാനവും നേപ്പാളിൽ. ഇന്ത്യൻ എംബസി $5 ലക്ഷം സഹായം പ്രഖ്യാപിച്ച് അമേരിക്ക. ദുരന്ത നിവാരണ ഉപദേഷ്ടാവിനെയും അയക്കും. സഹായവുമായി മറ്റ് ലോകരാജ്യങ്ങളും. കാൺപൂരിൽ പരിശീലന വിമാനം തകർന്ന് 2 മരണം. മരിച്ചത് ട്രെയിനി പൈലറ്റുമാർ. ഇറ്റാലിയൻ നിർമ്മിത വിമാനം വീണത് ഗംഗാതീരത്ത്. യുദ്ധം തീർന്നു. ഹോർമുസിൽ ധാരണയുമായി. വാണിജ്യ കപ്പലുകൾക്ക് സർവീസ് ചാർജ്. തീരുമാനം സുരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും കണക്കിലെടുത്ത്. പ്രധാന പാത തുറക്കുന്നതിൽ തീരുമാനമായില്ല. വരുമാന വിഹിതം ഒമാനുമായി പങ്കുവെക്കുമെന്ന് ഇറാനുമായി ചർച്ച തുടരാൻ തിടുക്കമില്ലെന്ന് ട്രംപ്. അമേരിക്കയ്ക്ക് ഇറാന്റെ പരിഹാസം. ഖത്തർ പ്രധാനമന്ത്രി ഇന്ന് ഇറാൻ തലസ്ഥാനത്ത്. വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ മനം നൊന്ത് ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കി. മലപ്പുറം കിഴിശ്ശേരി മുണ്ടംപറമ്പ് സ്വദേശി ഷൗക്കത്ത് മരിച്ചത് MVDക്കെതിരെ ഗുരുതരാരോപണങ്ങൾ ഉന്നയിച്ച്. നിരന്തരം ഫിറ്റ്നസ് നിഷേധിച്ചെന്ന് മരണക്കുറിപ്പ്. മരണത്തിന് ഉത്തരവാദി മോട്ടോർ വാഹന വകുപ്പെന്നും ആരോപണം. കൂത്താട്ടുകുളത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 25 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് വിവാഹ സംഘം. ലവിഴ പൂഞ്ചിറയിലേക്കുള്ള വിനോദസഞ്ചാര യാത്രക്കിടെ വാഹനം തീപിടിച്ച് പൂർണ്ണമായും കത്തിയമർന്നു. കുളത്തുപുഴയിൽ ജീപ്പ് മറിഞ്ഞ് യുവാവ് മരിച്ചു. അപകടം. ജീപ്പ് നിർത്തി താക്കോലൂരാൻ ശ്രമിച്ചപ്പോൾ വാഹന നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് പതിച്ചു. മരിച്ചത് വില്ലുമല സ്വദേശി സജി. ടോക്സിക്കിൽ വിവാദം തുടരുന്നു. സംവിധായിക ഗീതു മോഹൻദാസിനെതിരെ രൂപേഷ് പീതാംബരനും നിതിൻ രഞ്ജി പണിക്കരും MA നിഷാദും. കസബ ഇപ്പോൾ ഗീതുവിന് ടോക്സിക് അല്ലേ എന്ന് രൂപേഷിന്റെ ചോദ്യം. കസബയുടെ പോസ്റ്റർ പങ്കുവച്ച് നിതിൻ. ഷെയർ ചെയ്തത് നായികയുടെ കയ്യിൽ മമ്മൂട്ടി ചുംബിക്കുന്ന രംഗത്തിന്റെ ചിത്രം. പ്രതിപക്ഷ ഉപനേതാവിനായി ഓണത്തല്ല്. CPIക്കെതിരെ ഫേസ്ബുക്കിൽ തുറന്നടിച്ച് CPM നേതാവ് CN മോഹനൻ. CPI ആവശ്യം കീഴ്വഴക്കം ലംഘിച്ചെന്ന് വിമർശനം. സ്വന്തമായി 5000 വോട്ടുള്ള മണ്ഡലം CPIക്കുണ്ടോ എന്നും ചോദ്യം. തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ ഇന്നും നാളെയുമായി 48 മണിക്കൂർ പണിമുടക്ക്. ഗൂഡല്ലൂർ വഴി യാത്ര ഒഴിവാക്കണമെന്ന് മലപ്പുറം കളക്ടർ. നിരവധി വാഹനങ്ങൾ ചുരത്തിൽപ്പെട്ടു. ഓണയാത്രയ്ക്കെത്തിയവരെ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞതായും റിപ്പോർട്ട്. പണിമുടക്ക് വന്യമൃഗശല്യം വർദ്ധിക്കുന്നതിനെതിരെ.